ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് റണ്ണിങ് സ്റ്റിച്ചും അതിൻ്റെ മോട്ടിഫ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചു, അതിൻ്റെ മോട്ടിഫ് ചെയ്യുന്നത് പഠിച്ചു. അതേപോലെ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്, അതിൻ്റെ മോട്ടിഫ്, അങ്ങനെ 2 മോഡൽസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വിപ്ഡ് റണ്ണിങ് ആണ്. റണ്ണിങ് സ്റ്റിച്ച് ബേസ് ആയിട്ട് വരുന്ന വിപ്ഡ് റണ്ണിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ ഒരു ലൈനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് നമ്മൾ 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഡബിൾ റണ്ണിങ്ങിൽ യൂസ് ചെയ്തതുപോലെ 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്ന റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് ഫസ്റ്റ് ചെയ്ത് കൊടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, കാരണം മുൻപത്തെ 2 ക്ലാസ്സിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ഞാൻ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഭാഗത്തു നിന്ന് സൂചി കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നൂലും സൂചി കോർത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ്. അതായത് പിന്നെ നമ്മൾ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചെയ്ത ഓരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെയും ഉള്ളിലൂടെ നമ്മൾ രണ്ടാമത്തെ നൂല് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗവും എൻഡ് ചെയ്യുന്ന കെട്ടിട്ട് കൊടുക്കുന്ന ഭാഗവും മാത്രമേ നമ്മൾ ഈ തുണിയിൽ ഈ രണ്ടാമത്തെ കളറ് അറ്റാച്ച് ആവുന്നുള്ളൂ. ബാക്കി വരുന്നത് നമ്മളുടെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ചും അതേപോലെ 2 സൈഡിലുള്ള ഈ കെട്ടും മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് സൂചി കുത്തി ഇറക്കിയിട്ട് നമ്മളവിടെ കെട്ടിട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് മാത്രമേ കാണുള്ളൂ. 2 സൈഡിലുള്ള കെട്ട് മാത്രമേ നമുക്ക് രണ്ടാമത്തെ കളർ നൂല് യൂസ് ചെയ്തത് കാണുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് മോട്ടിഫിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഈ ഒരു പിക്ചറാണ് നമ്മൾ ഇന്ന് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനത് ഫ്രെയിമിലൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചതാണ്. ഇനി നമുക്ക് നോർമൽ റണ്ണിങ് സ്റ്റിച്ച് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് ആദ്യം കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഈ ഒരു രീതിയിൽ ഫസ്റ്റിലെ ലീഫ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ലീഫും നമ്മൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കളർ നൂല് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം രണ്ടാമത്തെ സ്റ്റിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വലിയ സ്റ്റിച്ച് ചെയ്യാത്തത്. ചെറിയ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കത് നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയിലുണ്ടാവുക. നമ്മളിത് റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് അത് ഫുള്ളും നമുക്ക് വിബ്ഡ് റണ്ണിങ് ചെയ്തെടുക്കാം കേട്ടോ. നോർമൽ ചെയ്തതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടുത്ത് ഞാൻ സൂചി കുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തതുപോലെ തന്നെ കുത്തി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിയുടെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ റണ്ണിങ്ങിൻ്റെ ഉള്ളിലൂടെ ഞാൻ സൂചി കടത്തി വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം കയ്യിൽ തട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. സൂചിയുടെ ആ പോയിൻ്റ് വരുന്ന ഭാഗം നമ്മുടെ കയ്യിൽ തട്ടി കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നോർമൽ ചെയ്യുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്തിൽ സൂചി ഇങ്ങനെ കുത്തിപ്പോവും. ഓരോ ലെയറിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ കുത്തിപ്പോവും. നമ്മുടെ തുണിയുടെ ഇഴയിലൊക്കെ സൂചി കോർത്ത് പോകുന്നത് കൊണ്ടാണ് ഞാൻ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ സൂചി കൊള്ളാതെ ശ്രദ്ധിക്കുക കേട്ടോ. വളരെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതി. ചോട്ടോ വീട്ടിലേക്ക് ആരെ അപ്പൊ നമ്മള് ഇങ്ങനെ ഒളിഞ്ഞു വെക്കാൻ മതിലിന്റെ പുറത്ത് കൂടെ ജോസ് ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പോണേ നോക്കിട്ട് ഇങ്ങനെ നോക്കി തിരിഞ്ഞു വെക്കാൻ സംസാരിക്കലൊന്നുമില്ലേ അതേമാതിരി തന്നെ ഇന്നലെ ജോസിന്റെ കട്ട ഒട്ടിച്ചെടുത്തി അന്നെ പറഞ്ഞിട്ട് ഓനെ വീഡിയോ എടുത്ത പെണ്ണ് ചോദിച്ചെടുത്ത് നീ ആ പെണ്ണ് പറയുന്നുണ്ട് അതിനെ കൊണ്ട് ജയിപ്പിക്കണല്ലാന്ന് ജയിപ്പിക്കില്ലടാന്ന് നിന്റെ ആ വയസ്സ് പട്ടിയാണ് എന്റെ കൊണ്ട് പട്ടി പണി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു ഓൻ അങ്ങനത്തെ ഒരു വൃത്തിയുള്ള സ്വഭാവം ഉണ്ടെന്ന്. You guys are very poor. നമുക്ക് സ്ക്രിപ്റ്റഡ് ആണെന്നേ ഉള്ളൂ. ഓൻ പറഞ്ഞു അനിയനോട് കുറച്ച് സ്നേഹം ഉണ്ടായിക്കോട്ടെ അല്ലെ കാക്കനോട് ലേശം സ്നേഹം ഉണ്ടായിക്കോട്ടെ വേഗം കാര്യം കുട്ടിക്കുന്നു. ഓനിക്ക് എടുത്തൊരു അടി ഇടുന്നു ഇരുട്ടടി പറഞ്ഞ അടി ഞാൻ എൻ്റെ അടുത്ത്
പിന്നെ എന്താ തെറി വിളിച്ചേന്, എന്തോ തെറി വന്നീ എൻ്റെ വോയിസ് മെസ്സേജില്. അപ്പൊ ഞാൻ വിളിച്ചത് എന്താ വന്നത്, എന്തോ നീ കാണേ, ഞാൻ എന്തോ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താന്ന്, അപ്പം പറയാ അതെന്തോ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ് ഇത്. കൊള്ളത്തരം പറഞ്ഞ ഒരു പുസ്തകമായിരിക്കും ഇപ്പൊ. മുല്ലാക്ക പള്ളിക്കോട്ടത് ഇനി പോസ്റ്റ് ചെയ്തൂടെ? പോസ്റ്റ് നമ്മുടെ വിപ്ഡ് റണ്ണിങ്ങിൻ്റെ മോട്ടീഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് വരുന്നത്. കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള സ്റ്റിച്ച് ബോർഡിൽ ചെയ്തതും അതേപോലെ മോട്ടീഫിലൊക്കെ ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാട്ടോ വരുന്നത്. നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്ന ഭാഗം മാത്രമേ നമുക്ക് ബാക്കിൽ കാണുള്ളൂ. ബാക്കി നമുക്ക് നോർമൽ റണ്ണിങ് സ്റ്റിച്ച് പോലെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് 4 സൈഡൊക്കെ ഒന്ന് നല്ല നീറ്റാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് റെക്കോർഡ് ബുക്കിലേക്കോ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് വാങ്ങിയിട്ടോ നിങ്ങൾക്ക് ബുക്ക് പോലെ റെക്കോർഡ് കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഞാനത് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പം ഈ ക്ലാസ്സിൽ ചെയ്തതും അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് തന്നിട്ടുള്ളതും എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓരോ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ മോട്ടീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്